ഗ്ലോ ഫിഷുകൾ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു 10 അല്ലെങ്കിൽ 20 പീസുകൾ എടുത്തിട്ട് ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കുക. അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം കുറവാണ് വേണ്ടത്. വെള്ളം കുറവെന്ന് പറയുമ്പോൾ ആ ബ്രീഡിംഗ് കേജ് അടിയിൽ മുട്ടി നിൽക്കണം. എന്നാൽ മാത്രമാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ഒരു വൈകുന്നേരം സമയം ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും എഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തിലൊരു പതയും ഒരു ചെളിയുടെ മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവരെ മാറ്റാറായി. അപ്പോൾ അങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഇവരുടെ കുഞ്ഞുങ്ങൾ ഹാച്ച് ചെയ്തിറങ്ങും. എന്നിട്ട് ഹാച്ച് ചെയ്തിറങ്ങി ഒരു 2 ദിവസം കഴിയുമ്പോൾ പ്രായമുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. 2 ദിവസത്തോടുകൂടി തന്നെ നമുക്ക് ഇതിന്റെ കളറൊക്കെ മനസ്സിലാവും പറ്റും. ആദ്യത്തെ ഒരാഴ്ച ഇതിന് ഫീഡിങ്ങിന്റെ വലിയ ആവശ്യം വരുന്നില്ല. വാഴയിലും ബദാമിന്റെ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇൻഫോസോറിയ കൾച്ചർ ഉണ്ടാവും. അത് ഒരു ഓട്ടോമാറ്റിക്കലി ഫീഡ് കഴിച്ചോളും. പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആർട്ടിമെ ഫീഡ് ചെയ്ത് കൊടുക്കുക. ആർട്ടിമെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബൂസ്റ്റ് ആവും. മൊയിന അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. ആർട്ടിമയാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കളറാണോ പേരൻസിന് എടുക്കുന്നത്, റോസ് ആണെങ്കിൽ നമുക്ക് കുട്ടികൾ റോസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ബ്രീഡിങ്. ഇത് എളുപ്പമാണ്. പിന്നെ ഏതെങ്കിലും ഇനി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ബ്രീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ മീ